റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഡൽഹി മോഡൽ പ്രതിഷേധത്തിന് തയ്യാറെടുത്ത പാലക്കാട്ടെ കർഷകർ. സംസ്ഥാന സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് കർഷകർ മഹാപ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. കുഴൽമന്ദം, ചിറ്റൂർ, നെന്മാറ, കൊല്ലങ്കോട് ബ്ലോക്കുകളിലെ പാടശേഖര സമിതികളിൽ നിന്ന് 10,000-ലധികം കർഷകർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി മഹാപ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കർഷകരുടെ നീക്കം. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ഇക്ബാൽ അറക്കൽ. പലതവണ പറഞ്ഞുമെടുത്തു, ചർച്ചകൾക്കപ്പുറം പരിഹാരമാകാത്ത പ്രശ്നങ്ങൾ അനവധിയാണ് മുന്നിൽ. അതുകൊണ്ട് സംസ്ഥാനത്ത് ഒരു കർഷക പ്രക്ഷോഭത്തിലേക്ക് കടക്കാമെന്ന കൂട്ടായ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണോ നമ്മുടെ കർഷകർ? സുജയ, തീർച്ചയായും സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കർഷകർ കടന്നു പോകുമ്പോഴും തീർത്തും കർഷക വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാലക്കാട്ടെ കർഷകരെല്ലാം ഒരുമിച്ച് സംഘടിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ഒരു മഹാപ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത്. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി തന്നെ പാലക്കാട്ടെ 4ഓളം ബ്ലോക്കുകളിൽ നിന്നായി വിവിധ പാടശേഖര സമിതികളിലെ 10,000-കണക്കിന് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്താനാണ് ഇപ്പോൾ പാലക്കാട്ടെ കർഷകർ തീരുമാനിച്ചിരിക്കുന്നത്. കുഴൽമന്ദം, ചിറ്റൂര്, നെന്മാറ, കൊല്ലങ്കോട് ബ്ലോക്കുകളിലെ പാടശേഖര സമിതികളുടെ നേതൃത്വത്തിലായിരിക്കും സംസ്ഥാന സർക്കാരിനെതിരെ ഈ പ്രക്ഷോഭം നടത്തുക. പ്രധാനമായും കർഷകർ പറയുന്നത് താങ്ങുവിലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ₹1.17 നെല്ലിന്റെ താങ്ങുവിലയിൽ കേന്ദ്രം അവരുടെ വിഹിതം വർദ്ധിപ്പിച്ചത്. അതേ രീതിയിൽ ₹1.17 സംസ്ഥാന സർക്കാർ അവരുടെ വിഹിതം കുറയ്ക്കുകയാണ് ചെയ്തത്. ഇത് തീർത്തും കർഷകർക്ക് എതിരായിട്ടുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. മാത്രമല്ല, നേരിട്ട് വേണം കർഷകർക്ക് സംഭരണ തുക നൽകാൻ. PRS വായ്പ മുഖേനയുള്ള ഈ സംഭരണ തുക വിതരണം ചെയ്യുന്നത് ഇനി ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇതുകൊണ്ട് തന്നെ കർഷകർ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇതിലെല്ലാം ഒരു മാറ്റം വരണം. മാത്രമല്ല, കയറ്റിറക്ക കൂലി, നെല്ലിന്റെ കയറ്റിറക്ക കൂലി നിലവിൽ കൊടുക്കുന്നത് കർഷകരാണ്. അത് സപ്ലൈകോ കൊടുക്കണമെന്നുള്ള നിയമമുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ ഉണ്ടെങ്കിലും അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് നിലവിൽ ഇപ്പോഴും കർഷകർ തന്നെയാണ്, അല്ലെങ്കിൽ കർഷകരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ആ തുക ഇപ്പോഴും ഈടാക്കുന്നത്. ചാക്ക് അത് സപ്ലൈകോ നൽകണം, ഈ നെല്ല് കൊണ്ടുപോകാനുള്ള ചാക്കെല്ലാം. പക്ഷെ അതും ഇപ്പോൾ തുക കൊടുത്ത് വാങ്ങുന്നത് കർഷകരാണ്. മാത്രമല്ല, കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി ഈ കൃഷിഭൂമി തരം മാറ്റം ചെയ്യുമായി ബന്ധപ്പെട്ടുള്ള തുക, അത് 1000 കോടിയിലധികം രൂപ സർക്കാരിന്റെ കയ്യിലുണ്ട്. ഇതെല്ലാം ഈ 1000 കോടി രൂപയിൽ അധികം വരുന്ന ആ തുക അത് കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവാക്കണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുമ്പോഴും അതിൽ നിന്ന് ₹1 പോലും കർഷകർക്ക് വേണ്ടി ചെലവാക്കപ്പെടുന്നില്ല എന്നാണ് പാലക്കാട്ടെ കർഷകർ പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം പ്രക്ഷോഭത്തിലേക്ക്, ദില്ലി മോഡൽ സമരത്തിലേക്ക് പാലക്കാട്ടെ കർഷകർക്ക് കടക്കേണ്ടി വരുന്നു. അവർ പറയുന്നത് കേൾക്കാം. പാലക്കാട്ടെ കർഷകർ സംഘടിച്ച് വലിയൊരു പ്രക്ഷോഭ സമരത്തിന് ഒരുങ്ങുകയാണ്. കാരണം നെൽകർഷകരെ അവഗണിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിച്ചിരുന്നു, ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ നെല്ല് വില പ്രഖ്യാപിക്കും എന്ന് മുഖ്യമന്ത്രി പാലക്കാട്ട് വന്ന് പറഞ്ഞതാണ്. ഇലക്ഷൻ കഴിഞ്ഞു, പെരുമാറ്റച്ചട്ടം കഴിഞ്ഞു, 28 വില പ്രഖ്യാപിച്ചു. പുച്ഛിച്ച് തള്ളുന്ന രീതിയിലുള്ളൊരു സമീപനമാണ്. വീണ്ടും വില കുറച്ച്, കേന്ദ്രം കൂട്ടിയ വില കുറച്ചുകൊണ്ടാണ് അവർ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. എല്ലാ സംഘടനയും കൂടി ഒരു ചർച്ച നടത്തി കഴിഞ്ഞു. ആ ചർച്ച വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാ സംഘടനയും കൂടെ ഒരു മഹാസമരത്തിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കർഷകർ ഒരുങ്ങി നിൽക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ കർഷകരോഷം ഇരമ്പുകയാണ്. കർഷകർ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. ഇതൊരു മുന്നറിയിപ്പാണ്. ദില്ലി മോഡൽ പ്രതിഷേധത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ കർഷകരെ തള്ളിവിടേണ്ടതുണ്ടോ? അതിനു മുൻപ് കർഷക വിരുദ്ധ നിലപാടുകളിൽ മാറ്റം വരുത്തിക്കൂടെ? ചർച്ചയ്ക്ക് വിളിച്ചുകൂടെ? സമയമുണ്ട്. കുഴൽമന്ദം, ചിറ്റൂർ, നെന്മാറ, കൊല്ലങ്കോട് ബ്ലോക്കുകളിലെ പാടശേഖര സമിതികളുമായി സംസാരിക്കാൻ 10,000-ലധികം കർഷകരെ കേൾക്കാൻ കൃഷിമന്ത്രിക്കും സർക്കാരിനും ധാരാളം സമയമുണ്ട്. അത് ചെയ്യുന്നതായിരിക്കും, അവരുടെ ആ പ്രശ്നം പരിഹരിക്കുന്നതായിരിക്കും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നല്ലത്.